ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പണമാണ്. അപ്പം പണം എന്ന് പറയുന്നൊരു ചാപ്റ്റർ, പണത്തിനെക്കുറിച്ച് പറയാൻ ആവില്ല. കാരണം പണം അത്രയും വലുതാണെന്ന് ഓരോരോ വ്യക്തിക്കും അറിയാം. പണം ഇല്ലാഞ്ഞാൽ നമ്മളെ ഒരു കാര്യവും നടക്കില്ല. എല്ലാറ്റിനും വലുത് പണം തന്നെയാണ്. പണത്തിനെയാണ് ഇന്നെല്ലാവരും സ്നേഹിക്കുന്നത്. പണം ഇല്ലാണ്ട് പണത്തിനോടൊരിഷ്ടം വേണം കേട്ടോ. പണത്തിനെ നമ്മൾ സ്നേഹിക്കണം, പണത്തിനെ നമ്മൾ ബഹുമാനിക്കണം. പണം എങ്ങനെ ചിലവാക്കുക, അത് നല്ലോണം നോക്കിയും കണ്ടും ചിലവാക്കണം. അതിന് ചിറകുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ചില പണം വന്നാൽ അത് എത്ര പെട്ടെന്ന് അറിയാം. ഇപ്പം എല്ലായിടത്തും കേസ് അങ്ങനെ തന്നെ. എന്നാൽ ചിലവർ പണക്കാരാണെങ്കിൽ ആ വന്ന പണം എങ്ങനെയാണ് പറന്ന് പോവാന്നറിയില്ല. അതിനൊരു ചിറകുള്ളത് പോലെയാണ് ഗായ്സ്. അപ്പം നമ്മൾ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. ആ പൈസ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ട് തന്നെ നോക്കിയും കണ്ടും ഉപയോഗിച്ചാൽ നമ്മളെ കയ്യിൽ പണം നിൽക്കുള്ളൂ. അല്ലാത്ത പക്ഷം പണം പറന്നു പോകും. അതങ്ങനെയാണ്. വന്ന വഴി അറിയില്ല, പോയതും അറിയില്ല. അങ്ങനെയുള്ള ലൈഫുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഒക്കെ ശ്രദ്ധിച്ച് കണ്ടും പണത്തിനോട് കളിക്കുക. അല്ലെങ്കിൽ നമ്മളെ കാര്യം പോക്കാണ്. തന്ന് കഴിഞ്ഞിട്ട് പണം അല്ല പഠിച്ച റബ്ബ് പണം നമുക്ക് തന്നിട്ട് പരീക്ഷിക്കും. എന്നാൽ ആ പരീക്ഷണത്തിൽ ചിലവർ ഒക്കെ മറന്നിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പണം മാത്രമാണ് വലുത്. അങ്ങനെ മനുഷ്യർക്ക് പണം വലുത് തന്നെയാണ്. എന്നാൽ മനുഷ്യരും വലുത് തന്നെയാണ്. ഓരോരോ വ്യക്തിയും ദുനിയാവിലുള്ള ഓരോരോ മനുഷ്യരും വലുത് തന്നെ. അത് നമ്മൾ അങ്ങനെ തന്നെ കാണണം. അല്ലെങ്കിൽ നമ്മൾ ചില മനുഷ്യരുടെ പൈസ ഇല്ല എന്ന് വിചാരിച്ചിട്ട് പണക്കാർ കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെ കാര്യങ്ങൾ. ഈ കുറച്ച് പൈസ ഇല്ലാത്തൊരു വ്യക്തിനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നല്ല, എൻ്റെ കണ്ണിലുണ്ട്. വെച്ചാൽ ഇതിൽ നല്ല പൈസ ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ ആ ഫാമിലിയിൽ ഒരു അടുത്ത റിലേറ്റീവിന് ഇത്തിരി പണമില്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു വിലയുണ്ട്. മീൻസ് ഒരു എന്താ പറയുക, ഫങ്ഷന് വിളിക്കൂല. അടുത്ത ബന്ധമായിരിക്കും ഗൈസ്, എന്നാലും ഫങ്ഷന് വിളിക്കൂല. അവരായിട്ടൊരു കോണ്ടാക്റ്റ് വെക്കൂല. അവരായിട്ട് ഭയങ്കര അകൽച്ചയായിരിക്കും. ഈ പൈസക്കാർക്ക് അവർ നമ്മളെ റിലേറ്റീവാന്ന് പറയാൻ തന്നെ നാണക്കേട് കാണിക്കുന്ന വിധത്തിലുള്ള പൈസ ഉള്ള ആൾക്കാരുണ്ട്. പഠിച്ച റബ്ബെ, അതൊരിക്കലും പഠിച്ച റബ്ബ് പൊറുക്കൂല. ഒരിക്കലും ഒരു കാരണവശാലും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അങ്ങനെയൊക്കെ അകൽച്ച കാട്ടുമ്പോൾ തിരിച്ചുള്ള ആ വശത്തുള്ള ആ പാവം പൈസ ഇല്ല എന്നുള്ള ആ ആൾക്ക് പൈസ ഇല്ലാത്ത വിഷമം ഉണ്ടാവും. നിങ്ങളെപ്പോലത്തെ റിലേറ്റീവ് വേദനിപ്പിക്കുന്ന ആ വേദനയാണ് പൈസ ഇല്ലാത്തതിനേക്കാളും വലിയ വേദന. അപ്പം നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് ഓർക്കുക. പൈസ ഉണ്ടായാലും പണം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും വലുത് നമ്മളെ ആൾക്കാർ, നമ്മളെ റിലേറ്റീവ് ഒക്കെ, നമ്മളെ മനുഷ്യരൊക്കെ വലുതാണ്. അതങ്ങനെ കാണണം. അപ്പോൾ ഗായ്സ്, നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫങ്ഷനൊക്കെ പോയാൽ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, ഒക്കെ ഒരു പാവപ്പെട്ട ആൾ അടുത്തുണ്ടെങ്കിൽ അതൊരു ബന്ധുക്കളായിരിക്കും, ചിലപ്പോൾ നെവർ മൈൻഡാണ്. പക്ഷെ കുഴപ്പമില്ല ഗായ്സ്, അവർക്കൊക്കെ പഠിച്ചിറപ്പ് എല്ലാവർക്കും രക്ഷപ്പെടും. എല്ലാവർക്കും പൈസ ഒക്കെ ഉണ്ടാകും. അങ്ങനെ വിശ്വസിക്കുക. ഈ അടുത്ത് നിന്ന ആളെ കയ്യിൽ എന്നും പണം ഉണ്ടാവണം എന്നില്ല, അതും വിശ്വസിക്കുക. പിന്നെ നമ്മൾ ചെയ്യുക, ഞാൻ ഒക്കെ വിശ്വസിക്കുന്നത് എന്തെങ്കിലുമൊക്കെ നന്മയില്ലാണ്ട് ആരും നന്നാവില്ല. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടാവും മനുഷ്യരിൽ, അവരെ നന്നാവുള്ളൂ എന്നൊക്കെ ഞാനിങ്ങനെ വെറുതെ ആണെങ്കിലും പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ഞാൻ പറയുന്നൊരു കാര്യമാണ്, മനസ്സറിയുന്നവൻ കൽബറിയുന്നവൻ പഠിച്ചവനാണ്. ഓനിക്കല്ലേ അറിയുള്ളൂ. അപ്പം ഓരോ വ്യക്തി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മനസ്സ് ശരിയില്ല എന്ന് പഠിച്ച റബ്ബിന് മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം കഷ്ടപ്പെടുന്ന ആൾ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ പറയാല, അങ്ങനെ വിശ്വസിച്ച് നമ്മൾ സമാധാനിക്കുന്നതാണ് ഗൈസ്. ഞാൻ പറയും എൻ്റെ മനസ്സ് ശരിയില്ലാത്തത് കൊണ്ടായിരിക്കാം ഞാനൊക്കെ ഇത്തിരിയാണെങ്കിൽ കഷ്ടപ്പെടുന്നുണ്ട്. അതിനൊക്കെ കാരണം കൽബ് ശരിയായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കേട് കൽബിൽ അള്ളാഹു കാണുന്നുണ്ടാവും. അപ്പം ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആവണം. ഞാൻ നല്ലതല്ല എന്ന് ഞാൻ തന്നെ പറയലുണ്ട്. പക്ഷേ ഞാൻ അറിഞ്ഞൊന്നും മാറി അങ്ങനെ ഒന്നും ചെയ്യാനും പറയാനും ഒന്നും പോകില്ല ഗൈസ്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മളെ പൈസക്കാർ പാവങ്ങളെ അധികം വേദനിപ്പിക്കാണ്ട് നോക്കുക. അവരെ വേദനിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് തട്ടും. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വന്നിട്ട് പൈസ ഇല്ലാണ്ട് ഹോസ്പിറ്റൽ കേസിന് ബില്ലടക്കാൻ പൈസ ഇല്ലാണ്ടൊക്കെ, എൻ്റെ റബ്ബേ, ഒന്ന് ഹോസ്പിറ്റലിലോട്ട് പോയി നോക്കിയാൽ അറിയാം, ഒക്കെ തീർന്നു. നമ്മൾ പൈസ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വില, ഒരു പൈസേൻ്റെ ആ ഒരു പണത്തിൻ്റെ വില, നമ്മൾ പണം കൊടുത്തിട്ട് നമുക്ക് ജീവൻ തിരിച്ച് കിട്ടാണ്ട് നിൽക്കുന്ന എത്രയോ പണം വാരി ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത പണക്കാരും പാവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ പണം നമുക്കപ്പോൾ ഏടിയല്ല. നമ്മളെ പണത്തിന് എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല ഗൈസ്.
നമുക്ക് അവിടെ വലുത് നമ്മളെ മനുഷ്യൻ തന്നെയാണ്. നമ്മൾ എത്രയും എറിയുന്നുണ്ട്, എത്ര പിരിവെടുത്തിട്ട് ഓരോ ജീവൻ രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പണത്തിനെ മാത്രം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് ഏറ്റവും വലുത് മനുഷ്യരും കൂടിയാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ അവരെ ഒന്നും വേദനിപ്പിക്കാണ്ട് നിൽക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അപ്പം ഇൻഷാ അല്ലാഹ് നാളത്തേക്ക് വരെ അസ്സലാമു അലൈക്കും.